അപ്പൊ നമ്മള് റോസ് ഗാർഡനിൽ മനോഹരമായ പൂക്കളൊക്കെ ആസ്വദിച്ചിട്ട് ഇപ്പം കുറച്ച് നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് നമ്മളിപ്പം കുന്നും മലയൊക്കെ കയറിയിട്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സൺമൂൺ വാലി ബോട്ടിംഗ് സെന്ററിലാണ്. ഇവിടെ തന്നെ കൗബോയ് ഇതുണ്ട്, ചിൽ ആൻഡ് ത്രിൽ. അവിടെ സെന്ററിൽ നമ്മൾക്ക് കുറേ റൈഡുകൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ മൂന്നാർ ഇത് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ, സിറ്റിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി 4 മെയിൻ റൂട്ടുകളാണ് വരിക. ഒന്ന് കോയമ്പത്തൂർ റൂട്ട്, പിന്നെ എറണാകുളം ആ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെയും കുറച്ചധികം കാണാനുണ്ട്. പിന്നെ വട്ടവട റൂട്ട്, തേക്കടി റൂട്ട്. ഇപ്പം നമ്മൾ വട്ടവട റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ വ്യൂ പോയിന്റ് ആയിരുന്നു റോസ് ഗാർഡൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് കാർമലഗിരി എലഫന്റ് പാർക്കായിരുന്നു. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ തവണ അവിടെ പോയി. നമ്മൾ ഈ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ എത്ര തവണ വന്ന് കണ്ടു പോയാലും നമുക്ക് മടുക്കത്തില്ലാത്ത ഒരു ലൊക്കേഷനാണ് മൂന്നാർ. അപ്പം നമ്മളിപ്പോൾ പല തവണയായി വരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ എലഫന്റ് റൈഡൊക്കെ കഴിഞ്ഞ്, ആക്ച്വലി എലഫന്റ് റൈഡിൽ നമുക്ക് കുറച്ചധികം വെയിറ്റ് ചെയ്ത് കുറച്ച് ടൈം അവിടെ പോകും. എന്നാലും കഴിഞ്ഞ തവണ ആസ്വദിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മാട്ടുപ്പെട്ടി ഡാം ഉണ്ടായിരുന്നു. ഡാം അവിടെ ആ സമയത്ത് നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മൾ നൈസായിട്ടൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സൺമൂൺ വാലി ബോട്ടിംഗ് സെന്ററിലേക്കാണ്. അപ്പം ഇവിടെ വളരെയധികം കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ബൈ. ഹലോ, ഞാനിപ്പോൾ ഹൈലി ത്രിൽഡ് ആണ്. നമുക്കിപ്പോൾ എൻട്രി ഫീസ് അവിടെ 40 rupees കൊടുത്ത്, എൻട്രൻസിന് എൻട്രി ഫീ കൊടുത്ത് നമ്മളിപ്പം താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാം പല ഡിഫറെൻറ്റ് റൈഡ്സ് നമുക്കിവിടെ കാണാം. സിപ്പ് ലൈൻ ഉണ്ട്. അപ്പം അവിടെ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് താഴേക്ക് ചെന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിച്ചറിയാം. ആക്ച്വലി ഇവിടുത്തെ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ബോർഡിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു അഡൾട്ടിന് പെർ ഹെഡ് 600 രൂപയും അതിൽ നമുക്ക് 25+ ഗെയിംസ് നമുക്ക് ഇതിനെല്ലാം കയറാൻ പറ്റുന്നതാണ്. മടുക്കുന്ന അവിടെ അത്രയും കയറാം. അപ്പോൾ എന്താ കാശ് കൊടുത്ത് മുതലാക്കാനായിട്ട് ആറ്റിറ്റ്യൂഡ് ഉള്ളവരൊക്കെ കയറി അങ്ങോട്ട് അങ്ങ് എല്ലാത്തിലും കയറി എൻജോയ് ചെയ്തോളൂ. അപ്പോൾ അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഒക്കെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഫ്രണ്ടിലുള്ള ആൾക്കാർ കുറച്ച് പേര് കടന്ന് പോയിട്ട് നമ്മളോട് പൊക്കോളാന്ന് പറഞ്ഞതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ആ സമയത്തെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതും ആ ഒരു എൻട്രിയിൽ ആ ഒരു ഗൊർലേനെ അറേഞ്ച് ചെയ്തേക്കുന്നതും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. കിഡ്സ് പ്ലേ സെക്ഷൻ വേറെ തന്നെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ റൈഡ്സും മറ്റേ ഡ്രൈവിംഗ് വണ്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ 600 രൂപയ്ക്ക് നമുക്ക് ആവശ്യം പോലെ റൈഡുകളിൽ കയറാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് എല്ലാത്തിലും കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം എത്രയിടത്തിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ആക്ച്വലി ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന ഫീലിംഗ് ആണ് കേട്ടോ. ടിക്കറ്റ് എന്തെങ്കിലും ഇത് ശരിക്കും പറഞ്ഞ ഒരു ഗുഹയായിട്ട് ഇരിക്കുന്നതിനൊക്കെ ഒന്നും കാണുന്നില്ല. ആക്ച്വലി നീ ഇപ്പൊ ടോർച്ച് അടിച്ച് പോണോ? എന്താണ് സംഭവം? അതാണ് ഇവിടെ ബാൽക്കണി ഉണ്ട് കേട്ടോ. മീൻസ് നമുക്കൊന്ന് പിടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ കയറി പിടിക്കുന്ന അവിടുന്ന് ഏതാണ്ടൊക്കെ പ്രേതം ചാടി വരുന്നു. അവിടെ നിക്കണ്ടോ? അയ്യോ കമ്പിയല്ലേ? അയ്യോ
ഈശ്വരാ, ശരിക്കും ഒരു ഭീകരമായ ഒരു രീതിയിലാണ് ഇവരോട് ചിത്രീകരിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു എൻട്രി ഇവിടെ ഉണ്ടാവുന്നു. ഇതിലാണോ പോണ്ടേ? ആ, ഇതിലായിരിക്കും. അങ്ങനെ പോകുന്നില്ല. അതെങ്ങനെയാണ് ഭയോ? ഇത് കറങ്ങൂല. ഭയം. മമ്മി പേടിക്കണ്ട, ഇതാ നിങ്ങത്തില്ല. ഇത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഇത് എന്താണ് ശരിക്കും? ഇതിങ്ങനെ സ്റ്റെപ്പാണോ? ഇത് സ്റ്റെപ്പാണ്. ഇത് ശരിക്കും ഭയങ്കര രസമുണ്ട്. ഞാൻ അങ്ങോട്ട് നിൽക്കാം. ഒരു സമയമുണ്ട്. ഇതിനെ വേണ്ടി കടന്നു പോരായിരുന്നു. ടിക്കറ്റ് ഒന്ന് പറഞ്ഞു പോഞ്ഞു വന്നതിന്. അത് വീഡിയോയ്ക്കകത്ത് അങ്ങനെ കറങ്ങി വരുന്നുണ്ടോ? അതങ്ങനെ കറങ്ങി വരുന്നുണ്ടോ എന്നറിയില്ല. അത് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്ക് പേടിയാ. ഈശ്വര, ഇതെന്താ? ഇത് ക്ലോസ് ആണ്. ഇത് അങ്ങോട്ടാണോ എൻട്രി അതോ ഇങ്ങോട്ടാണോ എൻട്രി? ഇത് ആക്ച്വലി നിറയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലാസ് ഉള്ളതുകൊണ്ട് കേട്ടോ. ഏത് വഴിയാണ് എക്സിറ്റ് ഒന്നും നമുക്ക് മനസ്സിലാവാത്ത പോലെ വലിയൊരു ഗുഹയ്ക്കകത്ത് കയറിയ ഒരു ഫീലിംഗ് ആണ്. ഇത് ആ മറ്റേ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഇതില് എൻട്രിയിൽ കയറിയിട്ട് ഇങ്ങോട്ട് കയറുമ്പോ മൊത്തത്തിൽ നമ്മുടെ തല മൊത്തം അങ്ങ് റൊട്ടേറ്റ് ചെയ്യാണ്. എന്റെ സ്റ്റെബിലിറ്റി പോയ ആക്ച്വലി. ഇത് ഇത്രേ ഉള്ളോ? തീർന്നോ? ഇത് തീർന്നു. ഇത് ഇത്രേ ഇത് സംഭവം കേട്ടോ. തൊട്ട് നോക്കി ആക്ച്വലി നമ്മൾ ഇതെല്ലാം ഫുള്ള് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഏതാണ് വഴിയെന്ന് മനസ്സിലാകത്തില്ല. ഇതില്ല, ഇത് ക്ലോസ് ആണ്. ഇത്രേ ഉള്ളൂ. ഇതില്ല ആക്ച്വലി ഇങ്ങനെ തുറക്കാൻ പറ്റും. അയ്യോ, ഇത് ഗംഭീരായിട്ടാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു എൻട്രി. സംഭവം കിഡ്ലായിട്ടുണ്ട്. കിഡ്ല് എനിക്ക് ഈ ഒരു സ്ഥലത്തെക്കാട്ടിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള തോന്നിയത് ആ ഒരു എൻട്രി ആണ്. മമ്മി എന്താ പറയുന്നുണ്ട്? മമ്മിക്ക് എന്തോ പറയണ്ടോ? മമ്മി സൂപ്പർ. അയ്യോ, എനിക്കിനി ഒന്നും കിട്ടിയില്ലാലും വേണ്ടില്ല. അതിനകത്തോടെ കയറി ഇറങ്ങി ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് അമേസിങ്. റിയലി അമേസിങ്. ശരിക്കും ഒരു വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അതിനകത്തോട്ട് കയറി ഇറങ്ങുമ്പോൾ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സാധാരണ ഒരു ഇതേപോലെ അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറുന്ന സമയത്ത് ജസ്റ്റ് ടിക്കറ്റ് കയറാൻ അവരൊന്ന് സ്ലൈറ്റ് ആയിട്ടൊന്ന് കീറും, അതൊന്ന് കീറും, പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഡോറിൽ കുറെ എൻട്രി ചെയ്യും. പിന്നെ ഈ റൈഡായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇവിടെ വരുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ല. അപ്പം ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്ന് ഉറപ്പായിട്ട് വന്ന് എൻജോയ് ചെയ്യുന്നതാണ്. ഈ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കത്തില്ല ഇത്രയും ഒരു ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടാണ് ഇവിടെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന്. അപ്പം ആരെങ്കിലും മൂന്നാർ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു സ്പോട്ടാണ് ഈ പറയുന്ന കൗബോയ് പാർക്ക്. ഓക്കെ, നമുക്ക് ഓരോ റൈഡിലേക്ക് ഇനി കയറാം. ഇത് അതിൽ അമേസിംഗ് ആയിരിക്കും. അപ്പൊ നമ്മള് ഈ എൻട്രി കഴിഞ്ഞിട്ട് നേരെ കാണുന്നത് ഈ ഊഞ്ഞാല് പോലെ ഈ സ്വിങ് ആണ്.
അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് അധികം നേരം ഇട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും അടുത്ത ഒരു സാധനത്തെ കയറി ഇറങ്ങിയിട്ട് അത് കയറാമെന്ന് ഓർത്ത്. പിന്നെയാണെങ്കിലും ഇങ്ങനെ ഇത്രയും സാധനം കുറച്ചധികം ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് എന്നാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുള്ളായിരിക്കും. അപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ട് ആദ്യ സമയത്ത് ഇവിടെ കുറച്ച് സാധനങ്ങൾ വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നേരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിസ്സായ, നമ്മൾ സ്കിപ്പാക്കിയ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം കാണാൻ പറ്റും. അത് ആ ഒരു പുഴയിൽ ഇവിടെ ബോട്ടിങ് എല്ലാവർക്കും അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരുടെ ബോട്ടിങ്ങിൽ 5 പേരുടെ മെമ്പേഴ്സ് കയറുന്ന ഒരു ബോട്ടിൽ 1080 രൂപയായിരിക്കും. പിന്നെ 7 പേരുടെ വേറെ അടുത്ത ബോട്ട് അങ്ങനെ ഒരു സെറ്റാണ് പോകുന്നതെങ്കിൽ 1400 രൂപയ്ക്കായിരിക്കും പോവുക. അപ്പം നല്ല സേഫ് ആയിരിക്കും, സേഫ് തന്നെയാണ്. ജാക്കറ്റും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ധൈര്യമായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു സൈക്കിളിൽ കയറി ഈ ഒരു സ്വിങ്ങിൽ കയറിയിട്ട് നമുക്ക് നേരെ ഈ ബോട്ടിങ്ങിൽ കയറാം. പിന്നെ അതിന് മുന്നേ ഇവിടെ കുറച്ച് സിപ്പ് ലൈനും മറ്റേ സൈക്കിളും എല്ലാം അവിടെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പം ഏത് കയറണം എന്നാണ് ആക്ച്വലി എൻ്റെ കൺഫ്യൂഷൻ. ഇപ്പം ടൈം കിട്ടുന്ന പോലെ എനിക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടങ്ങ് തുടങ്ങാന്ന് വെച്ചിട്ടിരിക്കുക. നല്ല ഭംഗിയുണ്ടല്ലോ അവിടെ കൂടെ സ്പീഡ് ബോട്ട് പോകുന്നതും ഒക്കെ കാണാൻ. അപ്പൊ നമ്മുടെ സൈക്കിളില് അല്ല സ്വിങ്ങില് മിനിമം 6 പേര് വേണമെന്ന് അവർ പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു 6 പേരിൽ. നമ്മൾ തൽക്കാലം ഇപ്പൊ 3 പേരെ ഉണ്ടായല്ലോ. അപ്പൊ നമ്മൾ അടുത്തത് നമ്മുടെ മെയിൻ സോൺ അഡ്വഞ്ചർ സോണ് ഇങ്ങോട്ടേക്കാണ് വരിക. സ്കൈ സൈക്ലിംഗ് ഉണ്ടാവും, സിപ്പ് ലൈന്, പിന്നെ സ്പാനിഷ് ബുൾ ഉണ്ടാവും. അപ്പോൾ ഇതിലെല്ലാം ഇതിന്റെ മെയിൻ അട്രാക്ഷൻ നമുക്കിപ്പോൾ ഒരിടത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്കൈ സൈക്കിളിൽ തന്നെ കയറുന്നതിന് വേണം ഇത്രയും സെപ്പറേറ്റ് ഫീസ്. അപ്പം ഈ ഒരു ഫീസിൽ ഇത്ര അധികം സാധനങ്ങൾ കയറി ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രോഫിറ്റബിൾ ആണ് കേട്ടോ. ആഹാ ആഹാ അത് കൊള്ളാട്ടോ. ഇത് കാലിലൊക്കെ നല്ല എക്സസൈസ് കിട്ടുന്ന ഒരു തരം എന്റർടൈൻമെന്റ് ആണ്. ഞാൻ വീണോ? അത് രസമുണ്ട് കേട്ടോ. ഓക്കെ, ബാലൻസ് ചെയ്ത് കയറണം, അല്ലെങ്കിൽ തെന്നിപ്പോട്ടോ. അല്ല ഇവിടെ പിള്ളേർക്ക് വേണ്ടിട്ട് ക്ലൈംബിങ്ങിന്റെ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചർ സോൺ നമ്മുടെ മെയിൻ സ്കൈ സൈക്ലിംഗ് ാണ് പൊക്കോണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഓരോ സ്പോട്ടിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ആ ഒരു എൻട്രൻസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്ല് വെച്ച് അറേഞ്ച് ചെയ്ത ഒരു ആർച്ച് ടൈപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് അവർ ഒരു എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ടയറിൽ കയറുന്നത്. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ സൂപ്പർ സ്പോട്ടാണ് കേട്ടോ ഇത്. ടയറിൽ എനിക്കിത് അങ്ങനെ പരിചയമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഇത് എങ്ങനെ ഇരിക്കും എനിക്കൊരു ഐഡിയ ഇല്ല. എങ്ങനെയാണ് കയറുക? ഇത് കോമഡി ആവും മിക്കവാറും. അമ്മേ ഇത് നമ്മളല്ലേ ഒരു കാലിൽ നിന്ന് അങ്ങോട്ടങ്ങ് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടങ്ങ്. ഞാൻ ഇതിന്റെ എത്ര വള്ളി വരെ കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലതാണ് കേട്ടോ.
ഇത് ഓരോ കാലെടുത്ത് വെക്കുന്ന സമയത്ത് തുളക്കകത്തോട്ട് ഇടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്ച്വലി ഈ ഓരോ നോട്ട് ഇടയ്ക്ക് വരുന്ന ആ ഒരു നോട്ടിൽ ചവിട്ടി അങ്ങ് കയറുമ്പോഴത്തേക്ക് നമുക്ക് രസമുണ്ട്. കേറാൻ വലിയ കുഴപ്പമില്ല, ഇറങ്ങുമ്പോ അറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. വെള്ളെത്തോ? എത്തിക്കണോ? തിരിച്ചെത്തോ? ചെറിയ കാല് വേദന എടുത്ത് തുടങ്ങുന്നുണ്ട്. നമ്മൾ ഏകദേശം ടോപ്പ് വരെ എത്താറായിട്ടുണ്ട്. ഞാൻ പുറകോട്ട് നോക്കുന്നില്ല, പുറകോട്ട് നോക്കിയാ പേടിയാവും. അതുകൊണ്ട് മുന്നോട്ട് മാത്രം ലക്ഷ്യമിട്ടുണ്ട്. ഞാൻ മുന്നോട്ട് മാത്രം നോക്കി പോവുകയാണ്. ഇറങ്ങാണേ. ഓരോ പാരച്ചൂട്ടൊക്കെ തരായിരുന്നു, അവർക്ക് സേഫ് ആയിട്ട് താഴെ വരെ എത്തുമെന്നോ. കേറാൻ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇറങ്ങാൻ നേരത്തെ എന്തോ ഒരു ബുദ്ധിമുട്ട്. നമുക്കേ ഇത് ആക്ച്വലി ഇങ്ങോട്ടാണോ അതോ നേരെ നോക്കിയാണോ ഇറങ്ങുന്നത് എന്താന്ന് പറഞ്ഞ ഗൈഡ് ചെയ്യാൻ ആക്ച്വലി ആരും ഇല്ല പ്രത്യേകിച്ച്. ഇതൊരു കോമൺ സെൻസിൽ അങ്ങോട്ടൊക്കെ കയറി പോകുക, അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ച അത്രയും പാടില്ല കേട്ടോ. നല്ല രസമുണ്ട് ഇതിൽ കയറി ഇറങ്ങാൻ വേണ്ടിട്ട്. സൂപ്പർ. അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ നിന്നും താഴെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വളരെ സാഹസികമായ മലക്കയറ്റത്തിന് ശേഷം തിരിച്ചെത്തിക്കുകയാണ്. ക്യാമറമാൻ ഡോക്ടർ സാൻഡൽ പോളിനൊപ്പം ഡോക്ടർ അന്ന. ആദ്യമായിട്ടാണ് ആക്ച്വലി ഞാൻ ഈ സാധനങ്ങളിലൊക്കെ കയറുന്നത്. നീ കയറണോ? കഴിഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. പോവാണോ? കഴിഞ്ഞു. ഇപ്പം നമ്മൾ ആക്ച്വലി ഈ സിപ്പ് ലൈൻ കഴിഞ്ഞപ്പോൾ നമ്മൾ സൈക്ലിങ്ങിൽ കയറുകയാണ്. ഹൈറ്റ് കൂടുതലാ. ഇതോടെ ക്യൂട്ടി പിടിക്കാൻ പറ്റുന്നു. തെന്നി പോണല്ലോ. ആ, ഇങ്ങനെ കൂട്ടി പിടിക്കാൻ പറ്റും നോക്ക്. ഓക്കെയാണോ? ബോഡി സ്ട്രൈറ്റ്. ഓക്കെയാണോ? ചവിട്ടേണ്ടി വരും. Body weight back side, okay? Light to hold, head front side, head front side.
Light to hold, pedal continue, medium speed, okay? ഇതെന്ത് തിരിച്ചേ? അത് കുഴപ്പമില്ല, അത് 360 ആണ്. നീ എങ്ങനെയാണെങ്കിലും ചോദിക്കും. അത് വെറുതെ പിടിച്ചു അതിന്റെ കൂടെ അതോടെ കൂട്ടി പിടിക്കുക, അത്രയും ഓക്കെ. Where is my pedal? Okay, കിട്ടി. Bye bye. ಇಲ್ಲ ಕೇಸ अंदर जाए ആക്ച്വലി ഇതിനകത്ത് എങ്ങനെയാ കേറുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. തുടങ്ങിയ പിന്നെ നിൽക്കൂലേ, ഞാൻ കുറച്ചു മുന്നേ കണ്ടതാണ്. അങ്ങനെ നമ്മള് സിപ്ലൈന് കയറി, സൈക്കിളിൽ കയറി. അങ്ങനെ അവസാനം നമ്മൾ ആദ്യം കണ്ടിരുന്ന ചെറിയ മഴ ചാറുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ദിവസം മഴയായിരിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഇറങ്ങി വണ്ടിയിൽ ഇന്നിങ്ങോട്ട് പോകുന്ന സമയത്ത് ആ വക ഒരു മഴയുടെ ഫീലിംഗ് ഒന്നും തോന്നാത്തതുകൊണ്ട് ഇനി കാലാവസ്ഥ നിരീക്ഷകർക്ക് തെറ്റിപ്പോയതാണോന്ന് ഓർത്തു. പക്ഷെ ചെറിയ മഴ ചാറുണ്ട് ഇപ്പോഴും. അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പോൾ ഉടൻ തന്നെ പുറപ്പെടും. ഈ സാധനം നമ്മൾ ആദ്യം തന്നെ നോട്ടിട്ട് വെച്ചിരുന്നായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ആളില്ലാത്തതുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇതപ്പോ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ചെറിയ അനക്കമൊക്കെ ഉണ്ട്. ഇതേ ഓഹോ ഇതിന്റെ എന്റെ മാത്രം കിടന്നാടുന്ന, ഞാൻ മാത്രം കറങ്ങും. ഓ ബെല്ലടിച്ചു. മമ്മി കയറായിരുന്നു, വേറെ കുഴപ്പം. ഗിയറിട്ടു കേട്ടോ. പോവാണേ, ബൈ. സീഡ് നടക്കാൻ പോണേ ഉള്ളു കേട്ടോ. സീഡ് കൂടി തല കറങ്ങുന്ന കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല. ഇത് രാവിലെ ചെറുതായിട്ട് എന്റെ കഴുത്തൊന്ന് ഉളുക്കിയിരുന്നാണ്. ഇപ്പൊ അതിന്റെ ബാക്കി കാര്യത്തിന് കൂടെ തീരുമാനമായിട്ടുണ്ട്. എന്റെ മാതാവേ, ഭൂമി മൊത്തത്തിൽ കറങ്ങുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
വണ്ടർലയുടെ അത്രയും വെല്ലുന്ന പ്രകടനമല്ല കേട്ടോ. സേഫ് ആണ്, നല്ല രസമുണ്ട് കേട്ടോ. ഏതായാലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാണ്. എന്റെ ഒരു സജഷൻ വെച്ചിട്ട് ഇവർക്ക് ഒരു റിവേഴ്സ് റൊട്ടേഷൻ ഇടായിരുന്നു. ഇപ്പൊ ഒരേ ഡയറക്ഷനിൽ തല കറങ്ങി കറങ്ങി കറങ്ങി. ഇപ്പൊ എനിക്ക് ആക്ച്വലി എന്റെ മിഡിൽ ഓബ്ലഗേറ്റ് ഒക്കെ ഏതാണ്ട് ഒരു തരമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ബൈ ബൈ. അല്ല, ആക്ച്വലി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് കറങ്ങി കറങ്ങി മൊത്തത്തിൽ കറക്കി താഴെയിടാനാണോ? ബൈ. എന്റെ പെടലി ഒടിഞ്ഞോട്ടോ. ഇത് എത്ര മിനിറ്റാ? ഈ വണ്ടിക്ക് വല്ല ബ്രേക്കും ഒന്നും ഇല്ലാട്ടോ. അല്ല, ആക്ച്വലി ഇതിന്റെ ബ്രേക്ക് പോയതാണോ? ഇത് നിക്കുന്നില്ലല്ലോ. ഫസ്റ്റ് ഗിയർ കുറഞ്ഞിട്ടോ, സ്പീഡ് കുറഞ്ഞു. അയ്യോ, എന്റെ കഴുത്ത് പോയി. ആക്ച്വലി ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ ഒരു മലയുണ്ട്. ആ മലയും ആ മാട്ടുപ്പെട്ടി ഡാമും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് കറങ്ങാൻ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ ആരും ചലിക്കുന്നില്ല, എന്റെ ഒച്ച മാത്രം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മമ്മി കേറായിരുന്നു, നല്ല രസമായിരുന്നു. കഴിഞ്ഞു. ഇത് എത്ര നേരം കറങ്ങി എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, പക്ഷെ കുറച്ചധികം നേരം കറങ്ങി. എന്നാണേലും നല്ല രസമുണ്ട്. ഇനി ഈ ലോക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് വേണ്ടിട്ട് അവര് വരണോ? ഏതാണ്ടൊക്കെ പൊങ്ങി വരുന്നുണ്ട്. വേണ്ട, മണിയുണ്ട്. അടുത്ത ആൾക്ക് റിസ്ക് ആണ്. ഞാൻ ഇനി എന്തെങ്കിലും പണിതോ? അയ്യോ, ആരെങ്കിലും ലൊക്കേറ്റ് ചെയ്യൂ പ്ലീസ്. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നെ മാത്രം അതിനകത്ത് ലോക്കാക്കി പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം നമുക്ക് ഇങ്ങനായിട്ട് ആകാശത്ത് കൂടി ഇങ്ങനെ കറങ്ങി നടക്കാം. ഒരു ഭയങ്കര വെറൈറ്റി ഫീൽ ആണ് കേട്ടോ ഇത്. അങ്ങനെ അധികം പോയിന്റുകളിലൊന്നും അങ്ങനെ ഒരു വെറൈറ്റി ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിലൊരു ഭയങ്കര രസമുണ്ട്. ഫുൾ അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസ് എടുത്ത് അത് തലകുത്തി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ സീലിംഗിൽ തൂങ്ങിക്കിടക്കുന്നു. മൊത്തത്തിൽ ഒരു എന്താ ഒരു എർത്ത് വന്നിട്ട് അപ്സൈഡ് ഡൗൺ ആയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു നിന്നൊരു പോസ്റ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. നമ്മൾ ഏതാണ്ട് സീലിംഗിൽ തൂങ്ങി കിടന്നിട്ട് ഇവിടുന്ന് ഒന്ന് എത്തി കഴിഞ്ഞാൽ ഒരു പിടുത്തം കിട്ടാൻ നിൽക്കുന്ന കണക്കിരിക്കും. അപ്പം ഇതും ഇതേപോലെ തന്നെ മോപ്പെല്ലാം അവിടെ ഇതിൽ തൂങ്ങി കിടന്നിട്ട് നമ്മൾ സീലിംഗിൽ കിടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. നൈസ് ആണ് കേട്ടോ. നല്ല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വരുമ്പോഴത്തേക്ക് ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. സ്പാനിഷ് ഫുള്ള് ഞാന് ഇത് ആക്ച്വലി എനിക്ക് ചെറിയ പേടിയുണ്ട്. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിന്റെ ഇടപാട് തീരും. ഓൾറെഡി ഒരു റിപ്പയർ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതെന്താ അല്ലേ കാളയ്ക്ക് സൈസ് കൂടുതലാ. അയ്യോ, ഒരു സെക്കൻഡ്. ഓക്കെ, ഫൈൻ. അല്ല, ഇതെങ്ങനെ പിടിക്കുക? ഇങ്ങനെയാണോ? ഇതല്ലാണോ പിടിക്കുക? കാള പ്ലീസ്. ഈ കാള
ഈ കാള സൈലന്റാ, ഞാൻ എന്നെ പേടിയുണ്ട്. ഈ കാളിക്കുന്ന പ്രശ്നം കേട്ടോ. അയ്യോ ഞാൻ കുറച്ചുകൂടെ പിടിച്ചിരിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. ആ കാളയ്ക്ക് എന്താ മരുന്ന് കുത്തിയിട്ടാണ് അത് വയലന്റായി. ഇങ്ങോട്ട് കേറാവോ? നിക്കേ, സ്റ്റാർട്ട് ചെയ്യല്ലേ? നിക്കേ, ഓക്കെ ഫൈൻ. ഇന്ന് തവണ ഞാൻ കുറച്ചുകൂടെ തയ്യൽ കമ്മനേരത്ത് മീൻസ് കെട്ടിപ്പിടിക്കണോ? കാളിനെ കെട്ടിപ്പിടിക്കണോ? കാളെ കെട്ടിപ്പിടിക്കാൻ തരുന്നില്ല. ഓ കാള കാള നമുക്ക് ഫ്രണ്ട്സ് ആകാം. കാള കഴിക്കിട്ട് കുത്തി, കാര്യമായിട്ട് കുത്തി. അത് ഭയങ്കര, ഞാൻ വിചാരിച്ച പോലെയാണ് അതിന് വല്ലാത്ത സാധനം. മമ്മി ആ പുലീനെ വീഴ്ത്തിക്കോ. ജസ്റ്റ് മിസ്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചേട്ടാ ഒരു ബോൾ. ഞങ്ങള് മമ്മിയും ഞാനും മത്സരത്തിലാണ്. എനിക്കൊരു പുലീനെ വേട്ടയാടി മീൻസ് വേട്ടയാടാനുള്ള ഒരു കൊതി തീരണമെങ്കിൽ ഇതേപോലെ വന്ന് ചെയ്താൽ മതി. ബക്കറ്റൊക്കെ അടുത്തിരിക്കട്ടെ, എനിക്ക് തെരുതെരെ വീഴ്ത്താണല്ലോ. നിങ്ങൾ പറയാ ഏതാ വേണ്ടേ? പുലി മതിയോ? കൊള്ളാലോ. നൈസാണ് കേട്ടോ. എന്താണല്ലോ ഒരെണ്ണം വീഴ്ത്തിയിട്ടേ ഉള്ളു ഞാൻ. ഞാൻ വീട്ടും. നിക്കട്ടെ, ഒരു പുലിയുടെ ഒരു പൂടയിലെങ്കിലും തട്ടിയാ മതിയായിരുന്നു. കഴിഞ്ഞോ? ഒരു ചാൻസ് ഇടണം. എന്നാണ് ഞാൻ ഇത് വീഴ്ത്തിയിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. മമ്മി കുറച്ച് ബോൾ തരൂ. ചേട്ടാ മാറിക്കോ. അടുത്തത് ഒരു പുളി. ഇത് താഴേക്കായി. രണ്ടെണ്ണം. അതവിടെ ആണി അടിച്ചു വെച്ചേക്കോ, അതുകൊണ്ടാ പോരാത്ത കേട്ടോ. അല്ലെങ്കിൽ എപ്പോ പോന്നേനെന്ന് അറിയോ? രണ്ടെണ്ണം. പക്ഷെ അതെങ്ങനെയൊന്നും വീഴത്തില്ലെന്നേ. സത്യം പറയാം, നിങ്ങൾ അവിടെ ഫെവിക്വിക്ക് ചൊട്ടിച്ച് വെച്ചേക്കല്ലോ അതിനെല്ലാം. തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതേതോ ഫെവിക്വിക്കോ ആണിയോ അറച്ച് തളച്ച് വെച്ചേക്കുന്നത്, അതുകൊണ്ട് അത് പോരത്തില്ല. നമുക്കിവിടെ 3D സിനിമ അവൈലബിൾ ആണ്. 3D സിനിമ നമുക്ക് മറ്റേ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കാണാം. അപ്പോൾ ഒരു സെറ്റ് ആൾക്കാരിൽ 2 സീറ്റേ ഉള്ളായിരുന്നു ബാക്കി, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഗോൾ അടിക്കാൻ പോയത്.
കുറച്ച് ഡൈനോസറിനെയും കുറച്ച് പ്രേതത്തിനെയും ഒക്കെ കാണാൻ റെഡി ആയിട്ടിരുന്നു. മമ്മിയെ ആണ് മമ്മി അവിടെ കാളയ്ക്ക് റിങ് ഇട്ടോണ്ടിരിക്കുക. നമ്മൾ 3D സിനിമ കാണാൻ പോവാണ് കേട്ടോ. 3D സിനിമ 3D ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് 3D സിനിമ കാണാൻ പോവാണ്. നടുക്കിരിക്കണോ? എവിടെ ഇരിക്കണ്ടേ? ഇത് ഈ സീറ്റ് മൊത്തം നമുക്കുള്ളതാ. ഇവിടെ വല്ല ബെൽറ്റ് ഉണ്ടോ? ചടിപ്പുവോ? ദി എൻഡ്. താങ്ക്സ്. പോയവരുടെ മുഖത്തൊരു എന്തോ കിളിപോയ ഫീലിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ ഇപ്പം ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവർ ജസ്റ്റ് ചാടി കളിക്കാൻ റെഡി ആയിക്കോ. ഇത് ഏതാണ്ട് സീറ്റ് പൊങ്ങുന്നതായൊക്കെ ചെയ്യുന്ന കണ്ടായിരുന്നു പുറത്ത് വീഡിയോയിൽ കേട്ടോ. എന്താ നമ്മൾ ഷോ തുടങ്ങാൻ പോവാണ്. നമ്മൾ റോളർ കോസ്റ്ററിലേക്ക് കയറുന്നേ.
പൊളിയായിരുന്നു കേട്ടോ. ഏതാണ്ടൊക്കെ തീ ജ്വാലകൾ എന്തോ ഒരു യുദ്ധം കഴിഞ്ഞ ഫീലായിരുന്നു ശരിക്കും പറഞ്ഞ. സത്യം ഇത് പൊളിച്ചിട്ടോ. നമ്മൾ വേറെ തന്നെ ഒരു ഫീലിംഗ്. എനിക്ക് തോന്നുന്നു വണ്ടർലൈൻ പോലെ ഇത്ര ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല എനിക്ക് ഈ ഇതേപോലെ ഒരു 3D പിക്ചറിൽ ഇതിലേക്ക് കയറിയിട്ട്. നല്ല അടിപൊളി ഇതായിരുന്നു കേട്ടോ ശരിക്കും. അതെന്നായിരുന്നല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം തന്നെ. അങ്ങനെ കൗബോയ് പാർക്കിനോട് നമ്മൾ തൽക്കാലം വിട പറയുകയാണ്. ഇനി അടുത്ത കിടിലൻ ലൊക്കേഷനിൽ വീണ്ടും കാണുന്നതോടെ വരെ ബൈ.